ഹണി റോസിന്റെ ഇഷ്യൂ വരെ ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ള വേറൊരു ആക്ട്രസിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ അങ്ങനെ ഒരാൾക്കാർ യൂസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പാനലിസ്റ്റിനെതിരെ ഞാൻ വളരെയധികം അസ്വസ്ഥപ്പെടുന്ന ഒരു മേഖലയാണത്. അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന് എന്ത് അഭിപ്രായവും പറയാം എന്ന് പറയുന്ന ഒരു സ്പേസ്, പ്രൈവറ്റ് സ്പേസിലേക്ക് എൻട്രി ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. ഓൺലൈൻ ഇന്റർവ്യൂയിങ് പ്ലാറ്റ്ഫോമുകളും അതുപോലെയുള്ള മാധ്യമങ്ങളും ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നതും അതുവഴി ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ചർച്ചകളും അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹണി റോസിന്റെ ഇഷ്യൂ വരെ ഇപ്പോൾ ആ മനുഷ്യൻ ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ കാക്കനാട് ജില്ലാ ജയിലിൽ കിടക്കുകയാണ്. ആ സമാധാനത്തിൽ കൂടി നമുക്ക് സംസാരിക്കാമെങ്കിൽ കൂടി അതേ സമയത്ത് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പറ്റം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ, അത് ആലോചിച്ച് പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാവാറുണ്ടോ, ഡിസ്റ്റർബ്ഡ് ആവാറുണ്ടോ? എനിക്ക് അത് കുറച്ച് കൂടുതലാണ്. ഞാൻ വളരെയധികം അസ്വസ്ഥപ്പെടുന്ന ഒരു മേഖലയാണത്. എനിക്കറിയില്ല, നമ്മളൊരു സിനിമാ നടി ആവുമ്പോൾ നിങ്ങൾ അതിൻ്റെ പാട്ടാണ് ഈ പറയുന്നത്. ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന് എന്ത് അഭിപ്രായവും പറയാം എന്ന് പറയുന്ന ഒരു സ്പേസ് എനിക്കറിയില്ല. അതെനിക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം സിനിമ എൻ്റെ പ്രൊഫഷനാണ്, ഞാൻ ചെയ്യുന്ന ജോലിയാണ്. നിങ്ങളൊരു ജോലി ചെയ്യുമ്പം ആ ജോലിയിൽ ഒരാൾ വന്ന് ഇതിനെപ്പറ്റി അറിയുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണയോ ഇല്ലാത്ത ഒരാൾക്കാർ വന്ന് അതിൽ അഭിപ്രായം പറയുന്നത് പോലെയാണ്. ഇപ്പം ഇതേ സോഷ്യൽ മീഡിയ തന്നെ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സ്വന്തം പ്രൊമോഷന് വേണ്ടിയിട്ട് കണ്ടന്റിനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ അത്രയും ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ല. അതായത് എൻ്റെ പേഴ്സണൽ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷനോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം എനിക്ക് ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണ്. പക്ഷെ എന്നെ അങ്ങനെ ഒരാൾക്കാർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജോലി സിനിമയാണ്, ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ വഴി നിങ്ങൾ എന്നെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ വഴി നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ള കവിഞ്ഞിട്ട് എനിക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാവാം. എനിക്ക് എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളോ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒന്നായിരിക്കില്ല. അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ എൻ്റെ പ്രൈവസിയും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ ഈ കാണുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. വിനീത് ചേട്ടാ, ഇപ്പോൾ ഈ ഹണി റോസിന്റെ ഇഷ്യൂ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുവാണ്. അതായത് അവർ കഴിഞ്ഞ ദിവസങ്ങളായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പാനലിസ്റ്റിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഞാനെന്ന് വരെ അവർക്ക് പറയേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ താൻ ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷലി തന്നെ അബ്യൂസീവായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരാൾ അഭിസംബോധന ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ തന്നെ അഭിസംബോധന ചെയ്തു എന്ന തരത്തിൽ അത് പുറത്തേക്ക് വെളിപ്പെടുത്തുന്നു. അതൊരു കേസായി മാറുന്നു. പക്ഷെ പിന്നീടും അവർക്കിത് നിരന്തരം ഇതിനെ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്നു, ന്യായീകരിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു, വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഒരു പുരുഷനായതിൻ്റെ ഒരു പ്രിവിലേജ് പലപ്പോഴും ആലോചിച്ച് അത്തരം നിമിഷങ്ങളുണ്ടോ? ഒരു കുറ്റബോധം തോന്നുന്ന, സ്വന്തം ഇൻഡസ്ട്രിയിൽ കൂടെ തന്നെ നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇത്രയും ദുർബലമായ ഒരു സാഹചര്യമാണല്ലോ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ പലപ്പോഴും പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ മാത്രം കണ്ടൊരു വ്യക്തിയാണ്. ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ പറയുന്ന ആളെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇടപഴകിയിട്ടുള്ള ആളുകളിൽ ഇത്ര പൊളൈറ്റ് ആയിട്ടുള്ള, ഇത്ര ജെന്യുവൻ ആയിട്ടുള്ള, ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ള വേറൊരു ആക്ട്രസിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇപ്പോ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥ ശരിക്കും ഒരു അർത്ഥത്തിൽ അതിനുള്ള മറുപടി ഇപ്പോ ഈ പറയുന്ന വ്യക്തികൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോ ചാനലിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്തോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോ ഏതൊരു ചാനൽ, ഒരു പ്രസ്തുത ചാനല് തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി വാദിച്ച ഈ വ്യക്തിക്കെതിരെ ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ഉള്ളൊരു ക്ലിപ്പ് വെച്ചിട്ട് അവര് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇത് സംഭവിച്ചെന്തായാലും ദൗർഭാഗ്യകരമാണ്. ഇപ്പോ ഒരാള് ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു, അതുപോലെ ഞാനൊരു സ്ഥലത്ത് ഇനോഗ്രേഷന് പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്റെ തൊഴിലിന്റെ ഭാഗമാണ്.
ഞാൻ അറിയപ്പെടേണ്ട ഒരു നടനായിട്ടാണ്, ഞാൻ സംസാരിക്കേണ്ട എൻ്റെ സിനിമകളിലൂടെയോ നാടകങ്ങളിലൂടെയാണ്. അവിടം വരെയാണ് അതിനൊരു അതിർവരമ്പ് പലപ്പോഴും. അല്ലാതെ ഒരു ഞാൻ ചെയ്യുന്ന ഒരു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നടനായതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്കോ എൻ്റെ ഒരു ഫാമിലി ലൈഫിലേക്കോ ഒന്ന് കടന്നു കയറേണ്ട ഒരു അവസ്ഥ ഇല്ല പലപ്പോഴും. ഇപ്പൊ ഞാനും നിങ്ങൾ എൻ്റെ ഒരു ഇന്റർവ്യൂവറാണ്, നിങ്ങൾ എൻ്റെ സുഹൃത്താണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ എന്നിരുന്നാലും അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ടും എല്ലാ മനുഷ്യർക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വെക്കുക എന്ന് പറയുന്നത് എവിടെ ഒരു മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് പലപ്പോഴും മറക്കുകയും ഈ പറയുന്ന ഏതോ ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏതൊരു അവസ്ഥ വരെ പോവുകയും വേറൊരാളുടെ ഇമോഷനെയോ വേറൊരാളുടെ വ്യക്തിത്വത്തിനെയോ ഒന്നും റെസ്പെക്ട് ചെയ്യാത്തൊരവസ്ഥ ശരിക്കും അത് വളരെ സങ്കടകരമുള്ളൊരു കാര്യമാണ്.